ഈ GST അകത്തെ നിങ്ങൾക്ക് ബിസിനസ്സുകൾക്ക് രണ്ട് രൂപത്തിൽ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന്, എല്ലാ ബിസിനസ്സുകൾക്കും എടുക്കാൻ പറ്റുന്ന റെഗുലർ എന്ന് പറയുന്ന സ്കീമാണ്. രണ്ടാമത്തെ സ്കീം എന്ന് പറയുന്നത് കോമ്പോസിഷൻ. കോമ്പോസിഷന് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഗുഡ്സ് വിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു വർഷത്തിൽ 1.5 കോടി രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ടേൺ ഓവർ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോമ്പോസിഷൻ എടുക്കാം. 3 മാസം കൂടുന്ന സമയത്ത് മാത്രം GST ഫയൽ ചെയ്താൽ മതി. അത് നിങ്ങളുടെ സെയിൽസിന്റെ 1% മാത്രം ഗവൺമെന്റിന് കൊടുത്താൽ മതി. ഇനി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 50 ലക്ഷത്തിന് താഴെ എന്നുള്ളതാണ് ലിമിറ്റ്. ഇവിടെ നിങ്ങളുടെ ടേൺ ഓവറിന്റെ 6% മാത്രം ഗവൺമെന്റിന് ടാക്സ് കൊടുത്താൽ മതിയാകും. റെസ്റ്റോറന്റുകളാണെങ്കിൽ ഈ പെർസെന്റേജ് ലിമിറ്റ് വരുന്നത് 5% കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്നാൽ കോമ്പോസിഷൻ അല്ലേ നല്ലത് എന്നുള്ളത്. പക്ഷെ അതിന് കുറച്ച് പോരായ്മകളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ടാക്സിന്റെ പുറത്ത് ഇൻപുട്ട് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനോ കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനോ സാധിക്കില്ല. അതുപോലെ നിങ്ങൾ സ്റ്റേറ്റിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്തേക്കൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും കോമ്പോസിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കില്ല.